മുറ്റത്തൊരു കരക്കാരൻ പട്ടിണി കാരണം മരിച്ച ആളുടെ വിധവയോട് ശവദാഹ ചടങ്ങിന് ചുറ്റും വിതറാൻ കുറച്ച് ഉണക്കലരി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അരി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്തരിക്കുമായിരുന്നില്ലല്ലോ എന്നായിരുന്നു ആളുടെ ഭാര്യയുടെ മറുപടി. സർ, വൈലോപ്പള്ളിയുടെ ഈ കവിത ഞാൻ പ്രതിപക്ഷത്തിനായി സമർപ്പിക്കുകയാണ്. എവിടെ ഒരു ദുരന്തമുണ്ടായാലും അവിടെ എത്തി ബഹളം കാണിച്ച് മാധ്യമ വാർത്ത ഉറപ്പുവരുത്തുന്ന രീതിയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിഭാവനം ചെയ്തുകൊണ്ട് വൈലോപ്പള്ളി ഇങ്ങനെ എഴുതിയതാവണം. ഒരാൾ 14 ദിവസം പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് ഒരു പത്രവാർത്ത കാണും. ചാച്ചപ്പൻ്റെ കഥാപാത്രം ആ വാർത്ത എഴുതിയ ആളിനോട് ഇതിത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പത്രക്കാരൻ പറഞ്ഞു, ഓരോ ദിവസവും ആ പട്ടിണിക്കാരനെ ഞാൻ സന്ദർശിക്കുമായിരുന്നു. ഉണ്ടോ അതോ പോയോ? പത്രക്കാരൻ്റെ മറുപടി കേട്ട് അപ്പോൾ നാടകത്തിലെ മുഖ്യ കഥാപാത്രം പത്രക്കാരനോട് ഇങ്ങനെ ചോദിച്ചു, അയാൾ ചത്തോ എന്ന് നിങ്ങൾ 14 ദിവസവും പോയി തിരക്കി. എങ്കിൽ ഒരു നേരം നിങ്ങൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ആൾ മരിക്കുമായിരുന്നില്ലല്ലോ. ബ്രേക്കിംഗ് ന്യൂസ് എവിടെ കിട്ടും? ബ്രേക്കിംഗ് ന്യൂസ് വേണ്ടേ? കാശ്മീർ മുൻ മുഖ്യമന്ത്രി ശ്രീ ഫറൂഖ് അബ്ദുള്ള നടത്തിയ ഒരു പ്രസംഗത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചിട്ടുള്ള 86-കാരനായ ഫറൂഖ് അബ്ദുള്ള ഇങ്ങനെയാണ് പ്രസംഗം ഉപസംഹരിച്ചത്. ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും സാധാരണമാണ്. ജയത്തിൽ അഹങ്കാരം പാടില്ല. ജനാധിപത്യം കരുത്തു കാട്ടിയ ദേശീയ തലത്തിലുള്ള വിധിയെഴുത്തിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ നിൽക്കുന്നത്. നമ്മുടെ രാജ്യം പിന്തുടർന്നു പോന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ തകർത്തുകൊണ്ട് എല്ലാം ഏകത്വത്തിൽ എന്ന പ്രതിലോമ നിലപാട് സ്വീകരിച്ചതിനുള്ള തിരിച്ചടിയാണ് BJP നേതൃത്വം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഏക സിവിൽ കോഡ്, ഏക തിരഞ്ഞെടുപ്പ്, ഏകീകൃത നികുതി എന്ന് തുടങ്ങി രാജ്യത്ത് ഏകകക്ഷി ഭരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ജനങ്ങൾ ഇടപെടുകയായിരുന്നു വേണം നമുക്കറിയാം. ഞാനിത് പറയുമ്പോൾ കൊല്ലത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഞാൻ പരാജയപ്പെട്ട കാര്യമാവും നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. അതെ, ജനപതിയെ ഞാൻ അംഗീകരിക്കുന്നു. രാജ്യത്തെ നയിക്കാൻ നരേന്ദ്രമോദിയല്ല വേണ്ടതെന്ന ചിന്ത ജനങ്ങൾക്കുണ്ടായപ്പോൾ രൂപപ്പെട്ട മുന്നേറ്റമായിരുന്നു നാം കണ്ടത്. ഞാനും എൻ്റെ മുന്നണിയും രാജ്യത്തിൻ്റെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് വോട്ട് തേടിയത്. ഇക്കാര്യമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിച്ചത്. സർ, നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം നിലകൊള്ളുന്നത് നമ്മളെ ഭരണഘടന നൽകുന്ന ഉറപ്പിലാണ്. ആ ഭരണഘടനയിൽ മാറ്റം വരുത്താൻ 400-ലധികം സീറ്റുകൾ വേണ്ടി വരുമെന്നായിരുന്നു BJP സഖ്യം ജനങ്ങളോട് പറഞ്ഞത്. 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന ഭേദഗതി ചെയ്യുമെന്നും BJP MP അനന്ത്കുമാർ ഹെഗ്ഡെ പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. സർ, ഇത്തരം പ്രഖ്യാപനങ്ങൾ കേട്ട് ന്യൂനപക്ഷങ്ങളും ദളിതരും അരക്ഷിതരായി. ഇടതുപക്ഷമാകട്ടെ ഭരണഘടന മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തു. സർ, ഇന്ത്യൻ ഭരണഘടന മുൻനിർത്തി പ്രചാരണം നടന്ന രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണിത്. ഭരണഘടന സംരക്ഷണത്തിനായി ജനങ്ങൾ വിധിയെഴുതുകയും ചെയ്തു. ഭരണഘടനയെ മുൻനിർത്തിയുള്ള പ്രചാരണത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനും എത്രയോ കാലം മുമ്പ് തന്നെ തുടക്കം കുറിച്ചുവെന്ന് ഓർക്കേണ്ടതാണ്. സർ, 2014 അഴിമതി വിരുദ്ധത, 19 ദേശസുരക്ഷ, 2024 മോദി ഗ്യാരണ്ടി. ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാൻ 3 കാലഘട്ടങ്ങളിൽ BJP ഉയർത്തിയ മേൽപ്പറഞ്ഞ 3 മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇടതുപക്ഷം വ്യത്യസ്തമാകുന്നത് ഇവിടെയാണ്. ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണ് പ്രചാരണം നടത്തിയത്. ഇനിയും ഈ നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇപ്പോൾ യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നടന്നു വരികയാണ്. ഫുട്ബോൾ പ്രേമികൾ അതിൻ്റെ ലഹരിയിലാണ്. മുൻപ് ഒരു പ്രമുഖ ഫുട്ബോൾ ടീം മത്സരം കഴിഞ്ഞ് വന്നപ്പോൾ മാധ്യമങ്ങളുടെ വിമർശനങ്ങളോടും ചോദ്യങ്ങളോടും പ്രതികരിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുപോവുകയാണ്. എന്തുകൊണ്ട് തോറ്റു എന്നായിരുന്നു ചോദ്യം. എതിരാളികളായ 11 പേരോട് മാത്രമല്ല, നിഷ്പക്ഷരായി നിൽക്കേണ്ട റഫറിമാരോടും ഞങ്ങൾക്കെതിരിടേണ്ടി വന്നു എന്നതായിരുന്നു പരാജിതരായ ടീമിൻ്റെ മറുപടി. അതേ മറുപടി ഞാനിവിടെ ആവർത്തിക്കുന്നു. നിഷ്പക്ഷത പുലർത്തേണ്ട ഉത്തരവാദിത്വമുള്ള പല മാധ്യമങ്ങളുടെയും നിലപാടിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ 4 വോട്ടിന് വേണ്ടി വേഷം കെട്ടുന്നവരെ നിഷ്പക്ഷത പാലിക്കേണ്ടവർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നതും കാണാം. വേഷം കെട്ടുകാർ ഇന്ന് മാത്രമല്ല മുൻപുമുണ്ടായിരുന്നു. കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഇത്തരം വേഷം കെട്ടുകൾ കണ്ടുമടുത്തിട്ടാവണം അരിയില്ലാഞ്ഞിട്ട് എന്ന കവിത എഴുതിയെന്ന് തോന്നുന്നു. പട്ടിണി കാരണം ഒരു സാധു മനുഷ്യൻ മരിച്ചുപോയി. മരണവിവരമറിഞ്ഞെത്തിയ അയൽവാസികൾ ചില പ്രമാണിമാരും ശവദാഹം നടത്താൻ മുന്നിട്ട് നിൽക്കുകയാണ്. അവരെ ആരെയും അതുവരെ അവിടെ കണ്ടിട്ടില്ല. മാവ് വെട്ടുന്നു ചിലർ, വേലി തട്ടുന്നു ചിലർ. മുറുക്കാൻ പൊതിയുമായി നിൽക്കുന്ന മുറ്റത്തൊരു കരക്കാരൻ പട്ടിണി കാരണം മരിച്ച
ആളുടെ വിധവയോട് ശവദാഹ ചടങ്ങിന് ചുറ്റും വിതറാൻ കുറച്ച് ഉണക്കലരി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അരി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അന്തരിക്കുമായിരുന്നില്ലല്ലോ എന്നായിരുന്നു ആളുടെ ഭാര്യയുടെ മറുപടി. സർ, വൈലോപ്പള്ളിയുടെ ഈ കവിത ഞാൻ പ്രതിപക്ഷത്തിനായി സമർപ്പിക്കുകയാണ്. എവിടെ ഒരു ദുരന്തമുണ്ടായാലും അവിടെ എത്തി ബഹളം കാണിച്ച് മാധ്യമ വാർത്ത ഉറപ്പുവരുത്തുന്ന രീതിയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിഭാവനം ചെയ്തുകൊണ്ട് വൈലോപ്പള്ളി ഇങ്ങനെ എഴുതിയതാവണം എന്നാണ് അനുമാനിക്കുന്നത്. ആ പാവം മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ തിരിഞ്ഞു നോക്കാത്തവർ അയാളുടെ ജീവൻ പോയപ്പോൾ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പള്ളി കവിത അവസാനിപ്പിക്കുന്നത്. ഈ കവിത ഓർക്കുമ്പോൾ ഒരു നാടകം കൂടി എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. ചങ്ങനാശ്ശേരി ഗീതാ നാടക സമിതി ചാച്ചപ്പൻ്റെ സംവിധാനത്തിൽ അവതരിപ്പിച്ച നാടകമാണ്. ഒരാൾ 14 ദിവസം പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് ഒരു പത്രവാർത്ത കാണും. ചാച്ചപ്പൻ്റെ കഥാപാത്രം ആ വാർത്ത എഴുതിയ ആളിനോട് ഇതിത്ര കൃത്യമായി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പത്രക്കാരൻ പറഞ്ഞു, ഓരോ ദിവസവും ആ പട്ടിണിക്കാരനെ ഞാൻ സന്ദർശിക്കുമായിരുന്നു, ഉണ്ടോ അതോ പോയോ. പത്രക്കാരൻ്റെ മറുപടി കേട്ട് അപ്പോൾ നാടകത്തിലെ മുഖ്യ കഥാപാത്രം പത്രക്കാരനോട് ഇങ്ങനെ ചോദിച്ചു, അയാൾ ചത്തോ എന്ന് നിങ്ങൾ 14 ദിവസവും പോയി തിരക്കി, എങ്കിൽ ഒരു നേരം നിങ്ങൾ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ആൾ മരിക്കുമായിരുന്നില്ലല്ലോ. ബ്രേക്കിംഗ് ന്യൂസ് എവിടെ കിട്ടും? ബ്രേക്കിംഗ് ന്യൂസ് വേണ്ടേ? പത്രം മുന്നോട്ട് പോകണ്ടേ? ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന ഒമനപ്പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. ഇലക്ഷനിൽ അവരൊക്കെ പൂന്തു വിളയാടി. വിഷാദ വിഷയങ്ങളിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും പിന്തുടരുന്ന ശൈലിയെ സമർത്ഥിക്കാൻ ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകത്തിലെ ഒരു ചോദ്യം ധാരാളമാണ്. ഒരു കാലത്ത് കേരളീയ സമൂഹം ചർച്ച ചെയ്തിരുന്ന ഒരു തർക്ക വിഷയമുണ്ട്. കല കലയ്ക്ക് വേണ്ടിയോ കല ജീവിതത്തിന് വേണ്ടിയോ? സാഹിത്യ നിരൂപകരും കലാകാരന്മാരും രണ്ടു പക്ഷത്തായി അണിനിരുന്ന കാലം. രണ്ട് വാദഗതികളുടെയും സമന്വയമാണ് കൂടുതൽ സത്യം. കല ജീവിതം തന്നെ. ഇത്തരമൊരു തിരിച്ചറിവോടെയാണ് കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കായി 170 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളത്. കലയുടെ ശക്തിയെപ്പറ്റി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി പറയുവാനാകും. കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ എക്കാലത്തും മതേതരത്വത്തിനും പുരോഗമന നിലപാടുകൾക്കും ഒപ്പം നിന്ന ചരിത്രമാണ് നമുക്കുള്ളത്. സർ, മതം വ്യക്തിയുടെ സ്വകാര്യതയാണെന്നും അതിൽ രാഷ്ട്രം ഇടപെടേണ്ട കാര്യമില്ലെന്നുമുള്ള ധീരമായ പ്രഖ്യാപനം നടത്തിയ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് നമ്മുടെ ദേശീയത. CPM ഇത്തരം ദേശീയ കാഴ്ചപ്പാടുകളെയാണ് പ്രവർത്തിക്കുന്നത്. തൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുന്നത് സംബന്ധിച്ച് മഹാനായ നെഹ്റു 1954 തൻ്റെ മരണപത്രത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: ചിതാഭസ്മത്തിൽ ഒരു ഭാഗം അലഹബാദിൽ വെച്ച് ഗംഗയിൽ ഒഴുക്കണം. അതിന് മതസംബന്ധമായ യാതൊരു പ്രാധാന്യവുമില്ല. ബാക്കി വിമാനത്തിൽ നിന്നും വയലേലകളിൽ വിതരണം. ഇത്തരമൊരു മതേതര കാഴ്ചപ്പാടിനെ തകർക്കാനുള്ള നീക്കത്തെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിലും എതിർത്തത്. നെഹ്റു മാത്രമല്ല സർ, ആദരണീയനായ നമ്മുടെ പല നേതാക്കളും ഇത്തരം കാഴ്ചപ്പാടുള്ളവരായിരുന്നു. വ്യത്യസ്ത കാലങ്ങളിൽ ശക്തിപ്പെട്ട ദേശീയതയ്ക്ക് വിഭിന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട നേതാക്കന്മാർ ആശയപരമായി പിന്തുണ നൽകിയ ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഈ പാരമ്പര്യത്തെ തകർക്കാനാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത്. അതിനെ തുറന്നെതിർക്കുന്നതിൽ ഇടതുപക്ഷം ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. ഇത്തരം തുറന്നെതിർപ്പ് കാരണമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്രം വകപോക്കൽ നയം പിന്തുടരുന്നത്. സർ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഡൽഹിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നാം ഓർക്കുന്നു. പല മുഖ്യമന്ത്രിമാരും ദേശീയ നേതാക്കളും ആ പ്രതിഷേധ യോഗത്തെ അഭിസംബോധന ചെയ്ത് അക്കൂട്ടത്തിൽ കാശ്മീർ മുൻ മുഖ്യമന്ത്രി ശ്രീ ഫറൂഖ് അബ്ദുള്ള നടത്തിയ ഒരു പ്രസംഗത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിച്ചിട്ടുള്ള 86-കാരനായ ഫറൂഖ് അബ്ദുള്ള ഇങ്ങനെയാണ് പ്രസംഗം ഉപസംഹരിച്ചത്: ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും സാധാരണമാണ്. ജയത്തിൽ അഹങ്കാരം പാടില്ല. ഇന്ന് ജയിക്കുന്നവർ നാളെ തോൽക്കേണ്ടി വരും എന്നോർത്തുകൊള്ളണം. ജാതി പറഞ്ഞും വർഗീയത പ്രചരിപ്പിച്ചും വിജയിക്കാമെന്ന് കരുതുന്നവർക്ക് അടിതെറ്റും എന്ന മുന്നറിയിപ്പായിരുന്നു ജീവിതം ഒരുപാട് കണ്ട ഫറൂഖ് അബ്ദുള്ളയുടെ അന്നത്തെ പ്രസംഗം. ഈ പ്രസംഗവും എൻ്റെ പ്രതിപക്ഷ സ്നേഹിതർക്കായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് അവസാനിക്കും.